ആറളം പഞ്ചായത്തിലെ ആറളം ചതിരൂർ റോഡ് തകർന്നതോടെ ജനങ്ങളുടെ യാത്രാ ദുരിതം ഇരട്ടിയായി. ആറളം പഞ്ചായത്തിലെ ആറളം ചതിരൂർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി ജനങ്ങൾക്ക് ദുരിതമായി മാറിയത്. 2007 പഞ്ചായത്തിലെ വിവിധ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടാറിംഗ് നടത്തിയ റോഡ് പിന്നീട് അറ്റകുറ്റപ്പണി നടത്താൻ വൈകി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ചില ഭാഗങ്ങളിൽ മെയിന്റനൻസ് നടത്തിയിരുന്നു. എന്നാൽ ആ ഭാഗം ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ് ദുരിതമായി മാറിയിരിക്കുകയാണ്. ആറളം ചതിരൂർ എന്നാണ് റോഡിന്റെ പേരെങ്കിലും പെരുമ്പഴശ്ശി മുതൽ കൊക്കോട്, ചെടിക്കുളം, അമ്പലക്കണ്ടി, വട്ടപ്പറമ്പ് വഴി കീഴ്പള്ളി പോലീസ് സ്റ്റേഷൻ വരെ 8 കിലോമീറ്റർ 100 മീറ്റർ നീളത്തിലാണ് പദ്ധതിയിലുള്ളത്. ഇത്തരം പദ്ധതികളിൽ ഏറ്റെടുത്ത് നിർമ്മിക്കുന്ന റോഡുകളുടെ തുടർ നവീകരണം ആര് നടത്തുമെന്ന് നിശ്ചയിക്കാത്തതാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ജനങ്ങൾക്ക് ദുരിതമാകാൻ കാരണം. ആറളം പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതുപോലെ നിരവധി പദ്ധതി റോഡുകളാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ആറളം ചതിരൂർ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതയോഗ്യമാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണിത്. റോഡിന്റെ തകർച്ചയിൽ ബസ്സുകൾ ഉൾപ്പെടെ ട്രിപ്പ് മുടക്കുന്നതും പതിവാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലക്കണ്ടി ാണ്. നമ്മുടെ ആറളം മുതൽ കീഴ്പള്ളി വരെ ചെടിക്കുളം, അമ്പലക്കണ്ടി, വട്ടപ്പറമ്പ് വഴി പോകുന്ന റോഡ് താറുമാറായ നിലയിലാണ്. കാൽനട യാത്രക്കാർക്ക് പോലും പറ്റാത്ത രീതിയിലേക്ക് വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉള്ളത്. 2007 അന്ന് PMGSY പദ്ധതി പ്രകാരം പണി പൂർത്തിയാകുകയും 5 വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ട് ഉൾപ്പെടെയാണ്. അതിനുശേഷം ഈ റോഡിൻ്റെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഫണ്ടോ ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു തവണയോ മറ്റോ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് ഒന്ന് നന്നാക്കി വിട്ടു എന്നുള്ളത് ഒരു പരിധിവരെ ഇടയ്ക്ക് കുറച്ചു ഭാഗത്തൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം മേഖലകളും കാൽനട യാത്രക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത്. അത് പറയുമ്പോൾ തന്നെ PMGSY പദ്ധതി പ്രകാരം നടപ്പിലാക്കിയിട്ടുള്ള വിവിധ റോഡുകൾ ഇന്ന് അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരം റോഡുകളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വരുന്ന ഇതിനിടയ്ക്ക് ജനങ്ങൾ ഒരു പ്രതിഷേധവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഈ വിഷയങ്ങളിൽ ഗവൺമെൻറ്റുകൾ ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പെരുമ്പേശ്ശി മുതൽ ചതിരൂരുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ PMSG പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡാണിത്. നിലവിൽ റോഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗതാഗത യോഗ്യത അല്ല നിലവിൽ. കാരണം ഈ റോഡിൻ്റെ വളരെയധികം മോശമാണ് റോഡിൻ്റെ അവസ്ഥ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്. നിലവിൽ ബസ്സുകൾ നിരവധി ബസ്സുകൾ പോകുന്നുണ്ട്. അതേപോലെ യാത്രക്കാർ പോകുന്നുണ്ട്, സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. അതേപോലെ ടൂ വീലർ യാത്രക്കാർ നിലവിൽ 2-3 തവണ ഈ കുഴികൾ വീണ് ആക്സിഡൻ്റ് ഉണ്ടായി. ഇതിനെതിരെ ഒന്നും ആരും ഇതിനെതിരെ അധികൃതർ എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് നമുക്ക് ഗതാഗത യോഗ്യമാക്കി തരണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ചതിരൂർ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം 2007 നിർമ്മാണം പൂർത്തീകരിച്ച ഒരു റോഡിൽ അമ്പലക്കണ്ടി ഭാഗത്താണ് നിൽക്കുന്നത്. ഈ റോഡ് 2007 നിർമ്മിച്ച് അതിൻ്റെ ടാറിംഗ് പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് 5 വർഷക്കാലം ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്കും നടന്നു. പിന്നീട് ഇങ്ങോട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് നാട്ടുകാരുടെ ആരോപണത്തെയും ആക്ഷേപത്തെയും തുടർന്ന് 3 വർഷം മുമ്പേ ജില്ലാ പഞ്ചായത്ത് ഒരു ഫണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ചെലവഴിക്കുകയും അത് മെയിൻ്റനൻസ് പണി എല്ലായിടത്തും ഇല്ല, പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിലെല്ലാം മെയിൻ്റനൻസ് വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്ത റോഡാണിത്. എന്നാൽ ഇപ്പോൾ പെരുമ്പഴശ്ശി മുതൽ കൊക്കോട് വരെയും അവിടുന്ന് ചെടിക്കുളം മുതൽ അമ്പലക്കണ്ടി വരെയുമുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ തകർന്നിട്ടാണുള്ളത്. കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ഈ ഒരു റോഡ് നിരവധി വാഹനങ്ങൾ KSRTC ബസ് ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന പോകുന്ന ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിത്. ഈ റോഡ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള റോഡുകളുടെ തുടർ മെയിൻ്റനൻസ് ആര് നടത്തുമെന്നുള്ള ഒരു സംശയത്തിൽ ഈ പഞ്ചായത്തിനകത്ത് പല റോഡുകളുണ്ട്. കാരാവറമ്പ് മുതൽ വീർപ്പാട് വരെയുള്ള റോഡുണ്ട്. അതോടൊപ്പം തന്നെ ആറള ഫാമിൽ നിരവധി റോഡുകൾ ഈ പദ്ധതി പ്രകാരം ഇവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇതിൻ്റെ മെയിൻ്റനൻസ് ആരാണ്, പഞ്ചായത്താണോ, ജില്ലാ പഞ്ചായത്താണോ, ബ്ലോക്ക് പഞ്ചായത്താണോ, പൊതുമരാമത്താണോ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയവും അറിവില്ലായ്മയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഈ റോഡ് ഇത്തരം റോഡുകൾ എത്രയും പെട്ടെന്ന്
മെയിൻ്റനൻസ് നടത്തി ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ളൊരു അവസരമുണ്ടാക്കാൻ ആരാണോ തയ്യാറാവേണ്ടത് അവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ അവരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിച്ചാൽ അത് പരിശോധിച്ചാൽ അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് ദുരിതമാണ് ഈ ഭാഗത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് പൊതുസമൂഹത്തിന് ഉള്ള കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആറളം ചതിരൂർ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം ഏറ്റെടുത്ത റോഡിൻ്റെ അമ്പലക്കണ്ടി ഭാഗത്തു നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.